നല്ല മഴയായിരുന്നല്ലേ ഒരു 3-4 ദിവസത്തേക്ക്. പക്ഷെ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കുറേ ആൾക്കാരെങ്കിലും അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സങ്കടമുണ്ട്. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അതൊക്കെ തരണം ചെയ്ത് പോകാനും പറ്റട്ടെ. മഴ പെയ്താലും പ്രശ്നമാണ്, മഴയില്ലെങ്കിലും പ്രശ്നമാണ് എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പം നമ്മളുള്ളതല്ലേ. അപ്പോൾ ഇനി ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും, ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അറബിക് ഡിഷാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണെന്നുള്ളത്, കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ചിക്കൻ മന്തിയാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത്. ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴിമന്തി ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ എന്ന് ഡൗട്ടുള്ളവരുണ്ടാവും ഒരുപാട്. ഞാനും ആദ്യമൊക്കെ ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു ടേസ്റ്റിൽ തന്നെ, ആ ഒരു സ്മോക്കി എഫക്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി മന്തിയാണിത്. പിന്നെ അതേപോലെ തന്നെ മന്തിയോടൊപ്പം കിട്ടുന്ന ആ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ടല്ലോ, തക്കാളിയുടെ ആ ഒരു ടേസ്റ്റിലുള്ള ആ ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം മന്തിയുടെ ഒരു മസാല ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഒരു പാക്കറ്റിലൊക്കെ സാധാരണ സ്പൈസസ്, അറബിക് സ്പൈസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മന്തി മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ അത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ്. ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം ഹോൾ സ്പൈസസ് ആണ് ഞാൻ എടുത്തത്. 2 ടേബിൾ സ്പൂണോളം മല്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഒരു 3-4 പട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 5-8 ഗ്രാമ്പു, 5-8 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ജാതിക്കയുടെ ഒരു ചെറിയൊരു കഷ്ണം, ഒരു കാൽഭാഗത്തിൻ്റെയും പകുതി മതിയാവും. ഒരു ബോളായിട്ടുള്ളതില്ലേ, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൗഡറാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്പൈസ് മിക്സൊക്കെ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കണം എന്നില്ല. കാരണം ഇതിൻ്റെ സ്മെല്ല് കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണമൊക്കെ പോയി പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതൊക്കെ പൊടിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വറുത്തിട്ട് പൊടിച്ച് വെക്കാം. എന്നാലും കുറേ ദിവസമൊന്നും നമ്മൾ ഗരം മസാലയൊന്നും പൊടിച്ചിട്ട് നിൽക്കുന്നത് പോലെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അങ്ങ് പൊടിച്ച് വെച്ചാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഇപ്പോൾ എനിക്ക് മന്തിക്ക്, ഈ ഒരു മന്തിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ചോറ് ഉണ്ടാക്കുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ബാക്കിയുള്ളത് മുഴുവനും ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കിലോൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. ഒരു ബിരിയാണിക്കൊക്കെ നമ്മൾ വാങ്ങുന്ന ആ ഒരു പീസിലാണ് ഇതിപ്പോൾ ഉള്ളത്. അല്ലാതെ നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ഒരു ചിക്കനെ 2-3 പീസാക്കിയിട്ടൊക്കെ അങ്ങനെ വാങ്ങാം. വലിയ പീസാക്കിയിട്ട് അങ്ങനെ വാങ്ങാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇതേപോലെ ചെറിയ പീസായിട്ടുള്ളത് തന്നെയാണ് ഇഷ്ടവും. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ബിരിയാണിയുടെ പീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഒരു 2-3 സ്ട്രാൻഡ്സ് സഫ്രോൺ ഒന്ന് കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 ഗ്ലാസ് ഒന്നുമില്ല, അതിലും പകുതി വെള്ളത്തിൽ ഒന്നങ്ങ് കുതിർത്തിട്ട് വെക്കാം. ഒരു കളറ് കിട്ടാൻ, പിന്നെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ ഇതിപ്പം കുറച്ച് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കണം മാരിനേറ്റ് ചെയ്യുമ്പം, പിന്നെ കുറച്ച് ചോറിലേക്കും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ സ്പൈസ് മിക്സൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയാണ് ഞാനിട്ടത്. പപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അതാണ് ശരിക്കും ഇതിലേക്ക് ഇടുന്നത്. പപ്രിക്ക പൗഡർ എന്ന് പറയുന്നത് ചുവന്ന ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് ഉണക്കി പൊടിച്ചിട്ടുള്ള പൗഡറാണ്. അപ്പോൾ അത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങക്ക് പകരം 1 ടേബിൾ സ്പൂണോളം വിനീഗർ ഇട്ട് കൊടുക്കാം. തൈര് ഇടണം എന്നില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് മാറ്റം വരും. അപ്പോൾ വിനീഗറോ നാരങ്ങ നീരോ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ വേണ്ടത്, നമ്മളിപ്പം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സഫ്രോൺ കുറച്ചൊന്ന് കളറൊക്കെ ആയിട്ടുണ്ട്, അത് കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചേർക്കണ്ട, ബാക്കിയുള്ളത് ചോറിന് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. എന്നാലാണ് ചിക്കനിലേക്ക് എല്ലാം അങ്ങ് പിടിച്ച് കിട്ടും. വലിയ വലിയ പീസാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ വരകൾ വെച്ച് കൊടുത്തിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ച് കിട്ടുന്ന വിധത്തിൽ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഞാനിപ്പം ചിക്കനിലേക്ക് ആ മുഴുവൻ മസാലപ്പൊടിയും അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇവിടെ നിൽക്കട്ടെ. ആ സമയത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ബസ്മതി അരിയാണ് എടുത്തത്. ആ ഗ്ലാസ്സിൽ കാണുന്ന 2 ഗ്ലാസ്സാണ് ഞാൻ അരി എടുത്തത്. അപ്പോൾ അതിന് കണക്കായിട്ട് 4 ഗ്ലാസ് വെള്ളം നമ്മൾ ഈ ചോറിന് വേണ്ടിയിട്ട് വേവിക്കാനായി വെക്കണം.
അപ്പോൾ അരി ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഈ വെള്ളത്തിലൊന്നങ്ങ് കുതിർത്ത് വെക്കുകയാണ്. ഇതിവിടെ ഒന്ന് കുതിർന്ന് വരുന്ന സമയത്തേക്കും നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരി വേവാൻ കണക്കായിട്ടുള്ള വെള്ളം ഇപ്പോഴേ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അരിയെടുത്ത ഗ്ലാസ് ഏതാണോ ആ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ആ പാത്രത്തിലാണ് വെള്ളം അളന്നിട്ട് എടുക്കേണ്ടത്. അപ്പം ഞാനിപ്പം 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരുമ്പം ഇതിലേക്ക് ചിക്കൻ വേണമെങ്കിൽ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു അരിപ്പയോ അല്ലെങ്കിൽ അലൂമിനിയം റാക്കോ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഓവനിലുള്ള ഒരു റാക്കാണ്. ആ റാക്ക് ഞാൻ ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ചിക്കൻ ഓരോന്നും വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സമയമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഈ വെള്ളത്തിലിട്ടങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോന്നിനും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വേണമല്ലോ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു മെത്തേഡിൽ. അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ അരിപ്പ പാത്രം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പാത്രം ഈ വെള്ളത്തിൻ്റെ മുകളിൽ അങ്ങ് വെച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഈർപ്പം ഇറങ്ങിയിട്ട് ചിക്കൻ വെന്ത് കിട്ടുകയും ചെയ്യും. ചിക്കനിലുള്ള സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് അങ്ങ് വരികയും ചെയ്യും. അത്രേ വേണ്ടുള്ളൂ. ശരിക്കും ചിക്കൻ നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിലും പോയിട്ട് മന്തി കഴിക്കുമ്പോഴും എനിക്ക് ഇതെങ്ങനെയെങ്കിലും വീട്ടിലുണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് ഈസി ആയിട്ടും അതുപോലെ ഏറ്റവും നല്ല ഡിഫറെൻ്റ് ആയിട്ടും തോന്നിയ ഒരു വീഡിയോ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയാണ്, ഉണ്ടാക്കാനും ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ആ ഒരു ചാനൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പേര്, ഏതൊരു ഹിന്ദിയുടെ വീഡിയോ ആണ്. അപ്പോൾ ആവിയൊന്നും പുറത്തേക്ക് വരാത്ത വിധത്തിൽ ഒരു മൂടി വെച്ചിട്ട് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് എന്നോട് ചേർക്കാൻ വിട്ടുപോയി. അത് ഞാനിപ്പം വെറുതെ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കവറാവുന്ന രീതിയിൽ, ആവിയൊന്നും പുറത്ത് വരാത്ത രീതിയിൽ ഞാനിപ്പോൾ ഇത് ഇഡ്ഡലീൻ്റെ അടപ്പാണ്, മൂടിയാണ്, അത് വെച്ചിട്ടൊന്നങ്ങ് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പം കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് വേണം വേവിക്കാൻ. കാരണം ചിക്കൻ ആ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഒരു സമയമൊക്കെ എടുക്കും. അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വന്നു എന്ന് കാണുമ്പം അടുത്ത ഭാഗം അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. എപ്പോഴാണ് കറണ്ട് പോകാനെന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പേ ഈ മന്തി ഒന്ന് റെഡിയായി കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ ചിക്കനെല്ലാം ഞാനിപ്പോൾ അടുത്ത സൈഡ് അങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ഭാഗം കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിതെന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടിട്ട് മൊത്തത്തിൽ ചിക്കൻ അങ്ങ് വേവിച്ചെടുത്തു. അതല്ലാതെ ഇപ്പോൾ വേറെ രക്ഷയില്ല. കാരണം കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കൽ നടക്കില്ല. പണിയൊക്കെ അവിടെ പകുതിയിലായി പോകും. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ വെള്ളം ഒന്നങ്ങ് അളന്നെടുത്ത് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതിലേക്കിപ്പോൾ ചോറിടരുത്, ചോറൊന്ന് തൂമിച്ചതിന് ശേഷമാണ് ഇടേണ്ടത്. അപ്പം ഇതിപ്പോൾ 4 ഗ്ലാസ് കണക്കായിട്ട് വേണം ഒന്ന് അളന്നെടുത്ത് വെക്കാൻ. സാധാരണ നമ്മൾ ബസ്മതി റൈസ് വെള്ളം ഊറ്റിക്കളയല്ലേ ചെയ്യാം, അധികവും ഫ്രൈഡ് റൈസിനൊക്കെ ഊറ്റിക്കളയാറില്ലേ, അതേപോലെയല്ല ഇത്. സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പോലെ വറ്റിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം അളന്നെടുത്ത് വെക്കണം. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് നോൺ സ്റ്റിക്കിലിട്ടിട്ട് ഒന്നങ്ങ് മൊരിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം, ഗീ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് തന്നെ അങ്ങനെ അങ്ങ് മൊരിച്ചെടുത്താൽ മതി. ഞാനിപ്പം 2 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് ഇപ്പം ചൂടായി വരുമ്പം ഇതിലേക്ക് ചിക്കൻ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഓൾറെഡി വെന്ത ചിക്കനാണല്ലോ, അപ്പോൾ ഇനി വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടൊന്നങ്ങ് കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി വരും, ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരും. അപ്പോൾ അതവിടെ മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഞാനിപ്പം വെള്ളം അളന്നിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ ഒരു ഭാഗം ഒന്നങ്ങ് കളറായി കുക്കായി വന്നിട്ടുണ്ട്, ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് അടുത്ത ഭാഗം കൂടെ അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് ഫ്ലെയിം അവിടെ ഓഫ് ചെയ്യാം. ഇതിൽ ഒരുപാട് ഇപ്പോൾ എണ്ണയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ പാത്രത്തിൽ തന്നെ ഞാനങ്ങ് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ബട്ടർ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം നന്ന ഓയിൽ ഇല്ലാതെ ഫ്രൈ ആവണ്ട, അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം.
എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ചോറ് സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത് പോലെ തന്നെ വറ്റിച്ചിട്ടാണ് ഞാനിപ്പോൾ വെക്കുന്നത്. ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇട്ട് കൊടുക്കാം. ഒലിവ് ഓയിലിൻ്റെ ഒന്നും ടേസ്റ്റ് ചിലർക്ക് അങ്ങനെ പിടിക്കൂല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് അന്നങ്ങ് പൊരിച്ചെടുക്കാം. നട്ട്സ് ഞാനിപ്പം കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കാഷ്യൂ, കിസ്മീസ് എടുത്തിട്ടുണ്ട്. മൂന്നും ഇട്ടിട്ട് കിസ്മീസ് ഒന്നങ്ങ് മുരിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം അങ്ങ് കോരിയെടുത്തേക്കാം. അപ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ അങ്ങ് റോസ്റ്റായി വരും. അങ്ങനെ ഞാനിപ്പം എണ്ണയിൽ നിന്നും കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെറും ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സവാള നേർമയായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ നമ്മുടെ ബിരിയാണി പോലെ കുറേ സവാള കുറേ തക്കാളി അതൊന്നുമില്ല. ഒരു സവാള മാത്രം ഇട്ടിട്ട് അന്നങ്ങ് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ട് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് ചെറുതായിട്ട് കളറൊന്ന് മാറി വരണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ പേസ്റ്റാണ്, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഒരു 10-15 കുരുമുളക്, അതുപോലെ തന്നെ ഒരു ബേ ലീഫും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഈ മന്തിയിലൊക്കെ കുരുമുളക് ഹോളായിട്ട് തന്നെ കാണാം, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ സ്പൈസ് മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ തന്നെ ഈ പട്ട, ഗ്രാമ്പു ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമുക്ക് ഈ ഒരു ചോറിൽ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരണം, ഒന്ന് ജസ്റ്റ് കളറൊന്ന് ചേഞ്ചായി വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം അളന്നിട്ട് തന്നെയാണ് ഞാനിപ്പം ചേർക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് കണക്ക് മാറിപ്പോവും എത്രയാണെന്നുള്ളത്. അപ്പം 4 ഗ്ലാസ് കണക്കായിട്ട് നമ്മൾ എടുത്തു വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളം 4 ഗ്ലാസ് ഇല്ല, നമ്മൾ അളവിന് കണക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പച്ചവെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്ക നാരങ്ങയാണ്, അത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. നല്ല കറുത്തിട്ടുള്ള കളറൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ അങ്ങനെ വെച്ചിട്ട് ഡ്രൈ ആയതാണ്, അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ നേരത്തെ കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ചോറുണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാനതങ്ങ് അരിപ്പയിലിട്ടിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാനിപ്പം ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കാരണം നമ്മൾ നേരത്തെ വേവിച്ചപ്പം ചിക്കനിൽ കുറച്ച് ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനിയിപ്പം നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ഒരു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 5 മിനിറ്റോളം നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് മൂടി തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അങ്ങ് വേവിച്ചെടുക്കാം. ഏറ്റവും ലോ ആയിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്നങ്ങ് മൂടി തുറന്ന് നോക്കി. വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊന്നുകൂടെ കുക്കാകാനുണ്ട്. അതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സഫ്രോൺ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടെ അങ്ങ് മുകളിൽ നിരത്തി കൊടുക്കാം. ചിക്കൻ എല്ലാ ഭാഗത്തേക്കും അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഡ്രൈ ലെമൺ ഇങ്ങനെയുള്ള റൈസിനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കീറി വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അങ്ങ് പുറത്തിറങ്ങും. അല്ലെങ്കിൽ ഒന്നങ്ങ് പൊടിച്ചിട്ട് കൈ കൊണ്ടൊന്നങ്ങ് നുറുക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം ചിക്കനൊക്കെ എല്ലാ ഭാഗത്തും അങ്ങ് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ പൊരിച്ചപ്പോൾ കുറച്ച് ബട്ടർ അതിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിൽ, ഈ ചോറിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്മോക്കി, ഒരു പുകയുടെ ആ ഒരു സ്മെല്ല് കിട്ടണ്ടേ, അതിനായിട്ട് കുറച്ച് ചാർക്കോൾ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി വെക്കാം. അതൊരു ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗളിലോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ ഒരു ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലോ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടുള്ള ചാർക്കോളിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പം ആ ഒരു പുക പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു മണം കിട്ടും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ അങ്ങ് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് കുക്കാവും, നല്ലൊരു സ്മോക്കി ഫീല് കിട്ടും, നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പം ചോറ് അവിടെ സ്മോക്കി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്കൊരു തക്കാളീൻ്റെ ആ ഒരു മന്തി സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കാം. അപ്പം ഈ ഒരു ചട്നിക്ക്
തക്കാളി പച്ചയായിട്ട് ചേർക്കുന്നുണ്ട്. പക്ഷെ പച്ച തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പല സ്ഥലത്തുനിന്നും കഴിച്ചതൊക്കെ ഞാനങ്ങ് മാറ്റി വെച്ചത്. അത് ഒരു പച്ച ചുവ, വല്ലാത്തൊരു ചുവ. അപ്പോൾ അതിൻ്റെ ആ ഒരു തിന്നാൻ ടേസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി കിട്ടാനായിട്ട് ഈ തക്കാളി ആദ്യം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഒരു 5 മിനിറ്റ് അങ്ങ് ഇട്ട് വെക്കാം. നന്നായി തിളപ്പിക്കണം എന്നില്ല, ജസ്റ്റ് ചൂടാക്കിയ വെള്ളത്തിലങ്ങ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ചൂടായി വന്ന വെള്ളത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി അങ്ങ് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറും. എന്നിട്ട് ആ തക്കാളിയുടെ മൂക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വേണം, പച്ചമുളക്, മല്ലിയില, ചെറുനാരങ്ങ, ഒരു ചെറിയ വെളുത്തുള്ളിയുടെ അല്ലി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ ഒന്നങ്ങ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ആദ്യം ജീരകം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് മിക്സിയിൽ, കാരണം പൊടിയാണ് വേണ്ടത്. അതിൻ്റെ അടുത്ത് ഇപ്പം പൊടിയില്ലാത്തത് കൊണ്ട് ഞാനതൊന്നങ്ങ് ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ജീരകം ചിലപ്പോൾ പൊടിഞ്ഞില്ലെങ്കിലോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനിപ്പം എരിവുള്ളത് കൊണ്ട് ഒരു പച്ചമുളകിൻ്റെ പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം ഒരുപാട് എരിവുള്ള ചട്നി അല്ല ഇത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒരു തക്കാളിക്ക് ഒരു വെളുത്തുള്ളി എന്നുള്ള കണക്കിനാണ് ഞാനിപ്പോൾ എടുത്തത്. എന്നിട്ടിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി ഇപ്പം ഒന്നായതുകൊണ്ട് അങ്ങനെ മിക്സിയിൽ നന്നായിട്ട് അടിഞ്ഞ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ ബൗളിലേക്ക് മാറ്റിയിട്ട് ജീരകം പൊടിച്ചതാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ജീരകം പൊടിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. തക്കാളിയാണ്, അപ്പോൾ നാരങ്ങയും കൂടി ആകുമ്പോൾ ഒരുപാട് അങ്ങ് പുളിയായി പോകണ്ട. അതുകൊണ്ട് നോക്കിയിട്ട് നാരങ്ങ നീരങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം കളറിങ്ങനെ ആയത് മല്ലിയിലയൊക്കെ കൂടിയിട്ട് അരച്ചതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കെന്തിനാ ഫുഡ് കളർ, നല്ല ടേസ്റ്റ് ഉണ്ടായാൽ പോരെ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയാണ്. എനിക്ക് പുറത്തുനിന്ന് തിന്നതിനെക്കാട്ടിലും ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യാം, മന്തി സെർവ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ വലിയൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറിട്ടു, അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചട്നിയും നടുവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡിയായി. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ മുകളിൽ വിതറി കൊടുക്കാം. അപ്പം നമ്മൾ ഈ ചോറ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പുറത്തുനിന്ന് നമ്മൾ മന്തീൻ്റെ ആ ഒരു കുഴിമന്തിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. കുഴിയിലിട്ടുണ്ടാക്കിയില്ല എന്നേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ചിക്കൻ വാങ്ങിയിട്ട്, ബസ്മതി റൈസ് വാങ്ങിയിട്ട് വീട്ടിലുണ്ടാക്കി നോക്കൂ. ഒന്നുമില്ല, ഒരു വലിയ ചിക്കൻ വേണം, കുറച്ച് ബസ്മതി റൈസ് വേണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ്, ഈസിയുമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ശരിക്കും ഈ ഒരു റൈസ് കഴിക്കുമ്പം നമ്മുടെ ഒരു സാധാ ബിരിയാണി തിന്നുമ്പോഴുള്ള ആ ഒരു മസ്തൊന്നും എന്തായാലും ഈ ഒരു റൈസ് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ നാവിൽ നമുക്ക് ആ ഒരു തിന്നണം എന്നുള്ള ആ ഒരു, പിന്നെയും തിന്നണം എന്നുള്ള ആ ഒരു ഫീല് കൂടെ കിട്ടുന്നുണ്ട് ഈ ഒരു ചോറിന്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.